സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. Welcome to Dr. Wolf Trolls. ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ, ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. മാമന്റെ കൂടെ 916 എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപേട്ടനാണ്. അന്ന് അനൂപേട്ടൻ എനിക്ക് വന്ന ഏറ്റവും തിരക്കുള്ള സമയം. കാരണം അനൂപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ്. അനൂപേട്ടനാണ് എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ. കാരണം എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എന്റെ തോളത്ത് ചാരി വെച്ചിട്ട് അനൂപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ. കാരണം ഇടക്കിടക്ക് എന്റെ കയ്യിൽ നിന്ന് 2-3 പേപ്പർ വാങ്ങിക്കും. ചെരിഞ്ഞു നിൽക്കടാ, കുനിഞ്ഞു നിൽക്കടാ എന്ന് പറയും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുനിഞ്ഞു നിന്നോടത്ത് ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? എഴുതിയ സ്ക്രിപ്റ്റ് ആണ്. അതിന്റെ പാടുകൾ ആ സിനിമയാണ്. അതിനോട് മറന്നോ? ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. സിനിമയിൽ ഏറ്റവും അധികം ട്രാഷ് ചെയ്യപ്പെടുകയും ഹറാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്ന് പറയുന്നത്. അതിനൊന്നും ഇല്ലേ? എനിക്ക് എല്ലാവർക്കും, എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരോടും ഉള്ള എന്താണ് എന്നോട് ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ, ഇതിലെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് തയ്യിരിക്കുന്നത്. ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന് നായകനാവണ്ട, അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതി. കാരണം ഇവൻ അന്ന് അവിടെ നിന്റെ ഭാഷ നിന്റെ കടാമെടുത്ത് പറഞ്ഞു അപരാധിച്ച പോലെ. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ വന്ന ശേഷം മാത്രമേ ഇവൻ വരൂ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും എന്റെ പ്രൊഡക്ഷൻ വണ്ടി, എന്നിട്ട് ഇവിടുന്ന് വിളിച്ചു ചോദിക്കും മറ്റവൻ വന്ന അപ്പൊ അവിടുന്ന് ആ വന്നെന്ന് പറഞ്ഞാൽ വരും. എന്നിട്ട് വന്നിട്ട് അനുപെട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി. അപ്പൊ നമുക്കറിയാം ഇവന്റെ വിളിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. ഉച്ചവരെയൊക്കെ ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചില ഇതുണ്ട്. അപ്പൊ നമുക്ക് അന്നേ അറിയാം ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം. കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണടാ.